നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ പാട്ട് സീൻ കഴിഞ്ഞില്ലേ? മോനെ അകത്തേക്ക് വരുന്നില്ലേ? ഞാൻ കേറുന്നില്ല ആന്റി, പോയിട്ട് നാളെ വരാം. നിധിയെ കൊണ്ടുപോവാൻ. എന്തിനാ നാളെ ആക്കുന്നത്? ഇപ്പൊ തന്നെ പൊയ്ക്കോ രണ്ടുപേരും. ഓ, അപ്പൊ അമ്മയ്ക്ക് ഞാനൊരു ഭാരമായില്ലേ? അയ്യടി, ഓണം തന്നെ എന്റെ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയാം. എന്നിട്ട് എനിക്ക് ഭാരമായി പോലും. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ ആരും കാണില്ല എന്ന വിചാരം. ദേ, അമ്മയും നമ്മളെ ട്രോളാൻ തുടങ്ങി. കുറെ നേരം പാറുവിന്റെ കൂടെ ഇല്ലായിരുന്നു സഹവാസം. ആ സ്വഭാവം പകർന്നതാവും. ശരി, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. പരമാവധി സമയം നിങ്ങളെ തനിച്ചു വിടണമെന്നാ പാർവതി പറഞ്ഞിരിക്കുന്നത്. ഈ അമ്മമാര് രണ്ടുപേരും കൂടി നമ്മളെ നാണം കെടുത്തും. അല്ല, സാറെന്താ അകത്തേക്ക് വരാത്ത? ഞാൻ ഇനി താലപ്പൊലി എടുത്തോണ്ട് വന്ന് സ്വീകരിക്കണോ? ഏയ്, ഇനി താലപ്പൊലിയും സ്വീകരണമൊക്കെ ഒരുക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കില്ലേ? എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഓ, മനസ്സിലായി. അവിടെ ബാംഗ്ലൂർക്ക് പോവാൻ ശിവാനി ബാഗ് ഒരുക്കി കാത്തിരിക്കല്ലേ? പോവാൻ ധൃതി കാണും. ആ, ഇപ്പൊ പോയാ ഈവനിങ് ഫ്ലൈറ്റ് പിടിക്കാം. പാവം ശിവാനി ഇനിയും വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഉവ്, ഇതും പറഞ്ഞ് വീട്ടിലേക്ക് ചെന്നാ നിങ്ങളുടെ പാറു പത്തലെടുത്ത് തല്ലു. ഓ, അപ്പൊ പ്രതിഷേധം പാറുവിന് മാത്രമാ. ഞാൻ ശിവാനിയും കൊണ്ട് പോകുന്നില്ല. ഇയാൾക്ക് വിരോധമൊന്നുമില്ലേ? ആ, നിങ്ങൾ ആരെങ്കിലും കൂട്ടി എവിടെ വേണമെങ്കിലും പോ. കൂടെ വരാൻ ശിവാനിയെ പോലെ 1000 പേര് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ചിരിക്കണ്ട. വീട്ടില് ശിവാനി, ഓഫീസിലെ വേറൊരുത്തി ജോത്സ്ന. ഇനി ഇതൊന്നും പോരാതെ എവിടെയെങ്കിലും പോയാ അവിടെയൊക്കെ ഓരോ അവളുമാര് കേറി വരും. കമ്മല് പോയി, മാല പോയി എന്നൊക്കെ പറഞ്ഞു. ആ, എന്ത് ചെയ്യാനാ? ഈ ഗ്ലാമർ എനിക്കൊരു ശാപമാണ് നിധി. ദൈവം എന്തിനാ എന്നെ ഇത്രയും സുന്ദരനാക്കിയത്? അയ്യടാ സുന്ദരൻ. എന്റെ സാറേ, കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെങ്കിലേ ഏത് കൊരങ്ങന്റെ പിന്നാലെ പെണ്ണുങ്ങള് കൂടും. ഇത് അതുപോലെ കൂട്ടിയാ മതി. ഞാൻ കൊരങ്ങനാണെന്നാണോ പറഞ്ഞു വരുന്നത്? അത് സാർ കണ്ണാടി നോക്കി തീരുമാനിച്ചാ മതി. ഓക്കേ, ഈ കൊരങ്ങൻ ജീവിതത്തിൽ പെണ്ണായിട്ട് ഒരു കഴുതയെ മാത്രമേ ഒപ്പം കൂട്ടിയിട്ടുള്ളൂ. ആ കഴുതയെ വിളിച്ചോണ്ട് പോവാൻ നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വരും. കഴുത റെഡി ആയിരിക്കണം. കഴുത റെഡിയാവാം. പക്ഷേ അതിനു മുൻപ് കൊരങ്ങൻ കഴുതയെ കൂട്ടാൻ വരുന്ന കാര്യം വീട്ടിൽ പറയണം. അവിടെയുള്ള ആ വലിയ കൊരങ്ങ് സമ്മതിച്ചാലേ ഞാൻ വരൂ. വലിയ കൊരങ്ങും? അതാരാ? ആലോചിച്ചാ മനസ്സിലാവും. അമ്മ. അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടതെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇനി ആ പേരും പറഞ്ഞ് അമ്മയ്ക്ക് എതിർക്കാൻ കഴിയില്ല. അല്ല, നിന്റെ മുഖത്തെന്തായിരിക്കുന്നത്? എന്താ സർ? ഇപ്പൊ പോയി. ബൈ. എന്നാലും ഒരു ചെറുപ്പക്കാരനല്ലേ? നിധിയുടെ ഗുണ്ടകൾ അവനെ ഇങ്ങനെ തല്ലി ചതച്ചത് തീരെ ശരിയായില്ല. അവൻ ചേച്ചിയെ ചതിച്ചതൊക്കെ വിശദമായിട്ട് പറയുന്നത് കേട്ടല്ലേ? അതിലമ്മയ്ക്ക് തീരെ സങ്കടമില്ല അല്ലേ? എങ്ങനെ ഉണ്ടാവാൻ? ഗൗതമിന്റെ കൂടെ സ്വന്തം മകളെ കെട്ടിയൊരുക്കി ബാംഗ്ലൂർക്ക് അയക്കാൻ കാത്തിരുന്നതല്ലേ നിന്റെ അമ്മായി? അതിനി നടക്കില്ലല്ലോ എന്നുള്ള സങ്കടമാ. അതെ, ശിവാനി ബാംഗ്ലൂർക്ക് പോകുന്നതേ ഗൗതമിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാ. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി അധ്വാനിച്ച് ജീവിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? തെറ്റും ശരിയും പറഞ്ഞ് നമ്മൾ വെറുതെ തർക്കിക്കണ്ട. ഗൗതം മോനും നിധിയും തമ്മില് ഒരു പ്രശ്നമില്ലാന്ന് തെളിഞ്ഞു. അവര് തമ്മിലുള്ള അടുപ്പം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അത് മാത്രം മതി എനിക്ക്.
അവരുടെ ഈ അടുപ്പം വെറും അഭിനയാണെന്നാ എനിക്ക് തോന്നുന്നത്. ചന്ദ്രയും പാർവതിയൊക്കെ മറഞ്ഞു നിൽക്കുന്നത് അവരറിഞ്ഞു കാണും. അതാവും രണ്ടുപേരും തമ്മിൽ പ്രേമ അഭിനയിച്ചത്. അത് കണ്ടു നിന്ന മണ്ടികളാണെങ്കിൽ അത് വിശ്വസിച്ചു. അല്ലാതെന്താ? ശരി അമ്മായി, ഞങ്ങള് അഭിനയിക്കായിരുന്നു. കേട്ടോ കേട്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇപ്പൊ കുറ്റസമ്മതം നടത്തി അല്ലേ മോളെ? അതെ അമ്മായി, അഭിനയം ഗംഭീരമായിരുന്നതുകൊണ്ടേ ഞങ്ങൾ ഹോളിവുഡിനൊരു ടൂർ പോവാ. അതെന്തിനി? മികച്ച നടനും നടിക്കുള്ള ഓസ്കാർ അവാർഡ് വാങ്ങാൻ. ഓസ്കാർ അവാർഡ് ഇനി അടുത്ത മാർച്ചിലാണ്. മിക്കവാറും ചേച്ചിക്ക് പകരം വേറെ ആരെങ്കിലും അവാർഡ് വാങ്ങേണ്ടി വരും. വസുന്ധര ആന്റി ശിവാനിയെ ഗൗതമേട്ടന്റെ കൂടെ വിടാതിരുന്ന ഭാഗ്യം. എന്റെ അവാർഡ് വാങ്ങാൻ ഞാൻ വേറെ ആരെയും അനുവദിക്കില്ല. ഞാൻ തന്നെ വാങ്ങും. അതെങ്ങനെ പറ്റും? ആ സമയത്ത് ചേച്ചി പ്രഗ്നന്റ് ആണെങ്കിലോ? യാത്ര ചെയ്യാൻ പറ്റുമോ? മുട്ടേന്ന് വിരിയുന്നതിന് മുൻപ് തോന്നിയ ദിവസം പറയുന്നു. ചേച്ചി നോക്കിക്കോ, എന്റെ നാവ് പൊന്നാവും. അടുത്ത മാർച്ച് വരെ ചേച്ചിക്കും ഗൗതമേട്ടനും സമയമുണ്ട്. പക്ഷെ അപ്പോഴും ഇവിടെ ചിലര് പറയും നിധി ഗർഭ അഭിനയിക്കുകയാണെന്നു. ആ, ചിലയിടത്തൊക്കെ അതും അഭിനയിക്കാറുണ്ട്. ആയിക്കോട്ടെ, ചേച്ചിയുടെ കുഞ്ഞിന്റെ അപ്പി കോരുമ്പോഴും അമ്മായി അഭിനയമാണെന്ന് തന്നെ പറയണം. കൂടുതൽ സന്തോഷിച്ചാലേ അധികം വൈകാണ്ട് കരയേണ്ടി വരും. അതൊരു ലോക സത്യം. ഇനി കരച്ചിലൊന്നും ഇല്ലേ എടുത്തി. ഗൗതമോൻ നിധിയെ നാളെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. പാർവതി ഞാനും ആ കാര്യം സംസാരിച്ചു. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നുള്ള താല്പര്യത്തിലാ പാർവതി. അതെങ്ങനെ നടക്കും? അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വസുന്ധരയല്ലേ? നിധിയെ അവിടെ അടുപ്പിക്കില്ലെന്നാ എന്റെ അറിവ്. വസുന്ധരയുടെ എതിർപ്പൊക്കെ ഗൗതവും പാർവതിയും ചേർന്ന് മാറ്റിക്കൊള്ളും. അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. വിഷമിക്കാതെ പറ്റുമോ? നിധി നമ്മുടെ കുട്ടിയല്ലേ? നീ ആദ്യം നിന്റെ കുട്ടിയെ കുറിച്ച് ഓർത്ത് വിഷമിക്ക്. അവളുടെ ഭാവി എന്താവും ഒന്ന് ചിന്തിക്ക്. എന്റെ മാത്രം കുട്ടിയെന്ന് പറയാനായിട്ട് എനിക്ക് എന്താ അവളെ തോട്ടിന്ന് കിട്ടിയതാണോ? അവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്കും ആലോചിക്കാം. ഞാൻ തീരുമാനം എടുത്താലേ അവൾ ഇവിടെ നിൽക്കും. കാണണോ? ശിവാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെയായിട്ടാ നല്ലത്. ആ വീട്ടില് ഒരു വിലയില്ലാതെ അവള് നിൽക്കുന്നത്. വസുന്ധര ഒരു വീട്ടുജോലിക്കാരുടെ സ്ഥാനാ അവൾക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും അവളോട് വെറുപ്പാ. നിധി ആദ്യം തിരിച്ചു ചെല്ലട്ടെ. അത് കഴിഞ്ഞ് ശിവാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. പാവം ശിവാനി, അവളുടെ ഭാവി ഇനി എന്താവും? പ്രണവിനെങ്കിലും ഒക്കെ കിട്ടിയാ മതിയായിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതും ഒരു കൈ വന്ന് എന്റെ വായങ്ങ് പൊത്തി. ഉറക്ക നിലവിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വിളിക്കാൻ പറ്റുമോ? വിളിച്ച എന്തായിരുന്നു കുഴപ്പം? എടി, എന്റെ വായ ദുഷ്ടം പൊത്തി പിടിച്ചിരിക്കല്ലേ. അലറി വിളിച്ചാലും ശബ്ദം പുറത്തേക്ക് വരില്ലല്ലോ. ഇത്ര പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും പ്രണവ് അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോ അതിലെന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. അച്ഛൻ ഇതിൽ എന്ത് പൊരുത്തക്കേടുള്ള? കാറിനകത്ത് ഞാൻ AC ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങനെ ഞാൻ ഈ ബഹളം കേൾക്കും? പ്രണവൊന്നും അറിയാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ അവര് പ്രണവിന്റെ തലക്കടിച്ച് വീഴ്ത്തിട്ട് ആന്റിയെ കൊണ്ടുപോയേനെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിരുന്നെങ്കിലേ അവരെ തകർത്തേനെ. അല്ല, ആരായിരുന്നു ഈ കിഡ്നാപ്പിങ്ങിന് പിന്നിൽ? ആ മിഥുൻ തന്നെ. അവനല്ലാതെ ആര്? അവനാണല്ലോ ഈ കുടുംബത്തിന്റെ ശത്രു. നിധിയും ഗൗതമും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. അതുകൊണ്ട് മിഥുന് നമ്മുടെ കുടുംബത്തോട് മുഴുവൻ ദേഷ്യമായി. അത് അവൻ എന്നെ തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് ഗൗതം ചെന്ന ഉടനെ അവൻ എടുത്തിയെ വിട്ടയച്ചു അല്ലേ? പെട്ടെന്നൊന്നും വിട്ടേന്നുമില്ല. സൂപ്പർ ഫൈറ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാനും അങ്ങോട്ട് ചെന്നു. അതോടെ അവനും ഗുണ്ടകളങ്ങ് ഓടിക്കളഞ്ഞു. എന്തായാലും എല്ലാവരും സൂക്ഷിക്കണം. കുറെ നാളത്തേക്ക് ആരും തനിച്ചെങ്ങോട്ടും പോണ്ട. വസുന്ധരാന്റെ കൂടുതൽ സൂക്ഷിക്കണം. ഗൗതമ്മനെ ഏറ്റവും ഇഷ്ടം ആന്റിയാണെന്ന് ആ മിഥുനറിഞ്ഞ കുഴപ്പാ. നിന്റെ അമ്മയും ഏട്ടന്മാരും ചേർന്നുണ്ടാക്കിയ ഈ കള്ളക്കഥ നിങ്ങളൊക്കെ ഒന്ന് വിശ്വസിച്ചാ മതി. മിഥുൻ ഏട്ടത്തെ തട്ടിക്കൊണ്ടുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താ? ആന്റിയോട് പറഞ്ഞിട്ടാണോ ഇതിനെല്ലാം ചെയ്യാറുള്ളത്? എടാ,
ആവശ്യമില്ലാത്ത സംസാരമൊന്നും ഈ വീട്ടിൽ വേണ്ട. ആ എനിക്കിത് കിട്ടണം. ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒടുവിൽ എനിക്കിത് തന്നെ കിട്ടണം.